IPL കഴിഞ്ഞു. തുടർച്ചയായ രണ്ടാം തവണയും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കിരീടവും ഉയർത്തി. താരങ്ങളെല്ലാം സ്വന്തം നാട്ടിലേക്കും അടുത്ത അന്താരാഷ്ട്ര മത്സരങ്ങളുടെ തയ്യാറെടുപ്പിലേക്കുമൊക്കെ കടന്നു. എന്നാൽ ഫ്രാഞ്ചൈസികൾ തലപുകഞ്ഞ് ആലോചിക്കുകയാണ്. ഓരോ ടീമിൻ്റെയും അനലിസ്റ്റുകളും മറ്റും കോച്ചുമാരുമായും സപ്പോർട്ടിംഗ് സ്റ്റാഫുമായുമെല്ലാം പുതിയ സീസണിലേക്കുള്ള ടീമുകളുടെ ഘടന ഇപ്പോഴേ പദ്ധതിയിട്ട് തുടങ്ങി. വരാനിരിക്കുന്നത് മിനി ലേലമാണ്. അതുകൊണ്ട് തന്നെ പ്രധാന താരങ്ങളെല്ലാം ടീമിൽ തന്നെ ഉണ്ടാകും. എങ്കിലും ചില ടീമുകൾ അഴിച്ചുപണികളിലേക്ക് കടന്നു കഴിഞ്ഞു. നിലവിലെ 3 ക്യാപ്റ്റന്മാരെ വരെ ടീം റിലീസ് ചെയ്തേക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെ, ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ നായകൻ ഋഷഭ് പന്ത് എന്നിവരെ ടീം റിലീസ് ചെയ്യുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനങ്ങളിലൊന്നുമായാണ് മുംബൈ ഇന്ത്യൻസ് സീസൺ അവസാനിപ്പിച്ചത്. തോൽവിയേക്കാൾ ടീം ക്യാമ്പിലെ മോശം അന്തരീക്ഷമാണ് ആരാധകർക്ക് വിഷമമുണ്ടാക്കിയത്. ഇതിൽ നല്ലൊരു പങ്കും ഹാർദിക് പാണ്ഡ്യയുടെ വകയാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം മുംബൈ ഇന്ത്യൻസ് ഫാൻസും. ക്യാപ്റ്റനായും വ്യക്തിപരമായും ഏറ്റവും മോശം പ്രകടനമായിരുന്നു ഹാർദിക് പാണ്ഡ്യയുടേത്. പോരാത്തതിന് സീനിയർ താരങ്ങളുമായുള്ള അസ്വാരസ്യങ്ങളും കളത്തിൽ തന്നെ ബുംറ അടക്കമുള്ളവരുമായി നടത്തിയ അഭിപ്രായ വ്യത്യാസങ്ങളും പാണ്ഡ്യയ്ക്ക് വിനയായിട്ടുണ്ട്. സീസണിൽ 10 മത്സരങ്ങളിൽ നിന്ന് ആകെ 206 റൺസ് മാത്രമാണ് ഹാർദിക് നേടിയത്. ശരാശരി 22, സ്ട്രൈക്ക് റേറ്റ് 138. ഒരു അർദ്ധ സെഞ്ചുറി പോലും താരത്തിൻ്റെ പേരിലില്ല. ബൗളിങ്ങിലേക്ക് നോക്കുമ്പോൾ 10 മത്സരങ്ങളിൽ നിന്ന് 136 പന്തെറിഞ്ഞതിൽ വെറും 4 വിക്കറ്റ് മാത്രമാണ് സമ്പാദ്യം. 11 മുകളിലാണ് ഇക്കോണമി. 11 വർഷത്തെ IPL കരിയറിൽ ഇതാദ്യമായാണ് ഹാർദിക് 11 മുകളിൽ ഇക്കോണമിയിൽ പന്തെറിയുന്നതും. എന്തായാലും 2027 സീസണിൽ ഹാർദിക് പുതിയ ഫ്രാഞ്ചൈസിക്ക് വേണ്ടിയായിരിക്കും കളിക്കുക. ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തുടക്കത്തിൽ ലിസ്റ്റിലുണ്ടായിരുന്നെങ്കിലും പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പാണ്ഡ്യ കൊൽക്കത്തയിലേക്ക് ചേക്കേറിയേക്കുമെന്നുള്ള സൂചനകളാണ് സജീവം. പാണ്ഡ്യയെ പുറത്താക്കി ബുംറയെ മുംബൈയുടെ പുതിയ ക്യാപ്റ്റനാക്കും. പാണ്ഡ്യയെ കൊൽക്കത്ത സ്വന്തമാക്കുകയും ചെയ്യും. അജിങ്ക്യ രഹാനെയ്ക്ക് പകരം പുതിയ ക്യാപ്റ്റനെ തേടുന്ന കൊൽക്കത്തയ്ക്ക് പാണ്ഡ്യയുടെ വരവ് ഗുണകരമാകും. നല്ലൊരു ഇന്ത്യൻ ഓൾറൗണ്ടറുടെ സാന്നിധ്യവും ടീമിന് ആവശ്യമാണ്. കാമറൂൺ ഗ്രീനിനെ നൽകിയൊരു ഡീലിനും KKR ചിലപ്പോൾ സമ്മതം അറിയിച്ചേക്കാം. ആദ്യ റൗണ്ടുകളിൽ മോശം പ്രകടനമായിരുന്നെങ്കിലും പിന്നീട് ഗ്രീൻ ഫോമിലേക്ക് ഉയർന്നിരുന്നു. ഡയറക്റ്റ് ഡീലിന് ആരും മുതിർന്നില്ലെങ്കിൽ ഹാർദിക്കിനെ മിനി ലേലത്തിൽ കാണാം. അങ്ങനെയെങ്കിൽ വലിയൊരു തുക നൽകി ഇന്ത്യൻ ഓൾറൗണ്ടറെ സ്വന്തമാക്കാൻ ടീമുകൾ മത്സരിക്കുമെന്നുറപ്പാണ്. ഇനി കൊൽക്കത്തയിലേക്ക് വരുമ്പോൾ നായകൻ അജിങ്ക്യ രഹാനെയെ മാറ്റുമെന്നുറപ്പാണ്. ക്യാപ്റ്റൻ എന്ന നിലയിൽ ഭേദപ്പെട്ട പ്രകടനമാണ് അവസാന റൗണ്ടുകളിൽ നടത്തിയതെങ്കിലും ബാറ്റർ എന്ന നിലയിൽ ടീമിൻ്റെ കോമ്പിനേഷനിലൊക്കെ രഹാനെ പരാജയമായിരുന്നു. സീസണിൽ 14 മത്സരവും കളിച്ച അദ്ദേഹം 335 റൺസാണ് ആകെ നേടിയത്. സ്ട്രൈക്ക് റേറ്റ് ആവട്ടെ 135 മാത്രമേ ഉള്ളൂ. കൊൽക്കത്തയിൽ പരിശീലകൻ അഭിഷേക് നായരുമായുള്ള പ്രശ്നങ്ങളുമെല്ലാം രഹാനെയ്ക്ക് തിരിച്ചടിയാകും. 2027 സീസണിൽ കുറച്ചുകൂടി യങ് ബ്ലഡ്സിനെ ലക്ഷ്യം വെക്കുന്ന KKR 37 കഴിഞ്ഞ രഹാനെയിൽ ഇനിയും വിശ്വാസമർപ്പിക്കില്ല എന്നുറപ്പാണ്. സീസണിലെ എന്നല്ല IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം സീസണാണ് ഋഷഭ് പന്തിന് 2026. 27 കോടി എന്ന റെക്കോർഡ് തൂക്കി വാങ്ങിയ ലക്നൗ സൂപ്പർ ജയൻസിൽ തുടർച്ചയായ രണ്ടാം സീസണിലും പരാജയമായി പന്ത്. കഴിഞ്ഞ സീസണിൽ 7ാമതും ഇത്തവണ 10ാമതുമാണ് ലക്നൗ ഫിനിഷ് ചെയ്തത്. പന്താവട്ടെ സീസണിലെ 14 മത്സരങ്ങളിൽ നിന്ന് നേടിയത് വെറും 312 റൺസാണ്. ശരാശരി 30-ൽ താഴെ, സ്ട്രൈക്ക് റേറ്റ് 140-ലും താഴെ. നായകനായും താരമായും അട്ടർ ഫ്ലോപ്പ്. ഗോയങ്ക എന്തായാലും അടുത്ത മിനി ലേലത്തിന് മുന്നോടിയായി താരത്തെ റിലീസ് ചെയ്യുമെന്നുറപ്പ്. സീസണിൽ നിരാശപ്പെടുത്തിയ കുറച്ചധികം താരങ്ങളെ ടീമുകൾ ഉടൻ റിലീസ് ചെയ്യും. മുംബൈ ഇന്ത്യൻസ് പേസർ ട്രെന്റ് ബോൾട്ട്, പഞ്ചാബിൻ്റെ യുസ്വേന്ദ്ര ചഹൽ, രാജസ്ഥാൻ ഈ സീസണിൽ ട്രേഡ് ചെയ്തെടുത്ത രവീന്ദ്ര ജഡേജ, RRൻ്റെ തന്നെ ദശൺ സനഗ, ചെന്നൈയുടെ പ്രശാന്ത് വീർ, LSGയുടെ ആവേശ് ഖാൻ, ഗുജറാത്തിൻ്റെ രാഹുൽ തെവാട്ടിയ, ഷാരൂഖ് ഖാൻ, RCBയുടെ റൊമാരിയോ ഷെപ്പേർഡ് അടക്കമുള്ള താരങ്ങളെല്ലാം ഇനി മിനി ലേലത്തിൽ കാണാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം വമ്പൻ തുക നൽകി ടീം നിലനിർത്തുമെന്ന് ഉറപ്പുള്ള കുറച്ച് താരങ്ങളുമുണ്ട്. അതിലാദ്യം പറയേണ്ടത് വൈഭവ് സൂര്യവംശിയെക്കുറിച്ച് തന്നെയാണ്. സീസണിൽ 16 മത്സരങ്ങളിൽ നിന്ന് 776 റൺസ് അടിച്ചുകൂട്ടിയ വണ്ടർ കിഡ് ഏറെക്കുറെ പുരസ്കാരങ്ങളെല്ലാം ഒറ്റയ്ക്ക് സ്വന്തമാക്കിയിരുന്നു. 1 കോടി 10 ലക്ഷത്തിന് രാജസ്ഥാൻ റോയൽസ് ലേലത്തിലെടുത്ത വൈഭവിനെ നിലനിർത്താൻ എത്ര തുക മുടക്കുമെന്നതാണ് കൗതുകം. കണ്ണും പൂട്ടി 30 കോടി വരെ വൈഭവിനായി ചിലവാക്കുമെന്നാണ് ഇന്ത്യയുടെ മുൻ വെടിക്കെട്ട് ഓപ്പണർ വീരേന്ദർ സെവാഗ് പറഞ്ഞത്. ലേലത്തിൽ പോയാൽ അതിൽ കൂടുതൽ തുകയ്ക്കെടുക്കാൻ ടീമുണ്ടെന്ന് രാജസ്ഥാനും നന്നായി അറിയാം. അതുകൊണ്ട് വൈഭവ് പറയുന്ന തുകയ്ക്കാവും രാജസ്ഥാൻ വണ്ടർ കിഡിനെ നിലനിർത്താനൊരുങ്ങുന്നത്. IPLന് തൊട്ടു പിന്നാലെ വൈഭവ് തൻ്റെ ബ്രാൻഡ് മൂല്യത്തിനൊത്ത പരസ്യ പ്രതിഫലവും ഉയർത്തിയിരുന്നു. നേരത്തെ വാങ്ങിയ തുകയുടെ ഇരട്ടിയോളമാണ് വൈഭവ് വർദ്ധിപ്പിച്ചത്. IPLന്റെ ഇക്കഴിഞ്ഞ സീസണ് തൊട്ടു മുമ്പ് 1 കോടിക്കാണ് വൈഭവ്
കോംപ്ലാൻ, റെഡ് ബുൾ തുടങ്ങിയ ബ്രാൻഡുകളുമായി കരാർ ഒപ്പിട്ടിരുന്നത്. എന്നാൽ ഇപ്പോഴത് 1.5 കോടി മുതൽ 2 കോടി വരെയായി. പണം മാത്രമല്ല, അതിനപ്പുറം വൈഭവ് ഒരുപാട് കാഴ്ചക്കാരെയും ഉണ്ടാക്കുന്നുവെന്നത് രാജസ്ഥാൻ റോയൽസിനും മറക്കാനാവില്ല. ഇനി വരാൻ പോകുന്നത് റിലീസിൻ്റെയും റിട്ടൻഷൻ്റെയും കാലമാണ്. ആരൊക്കെ തൂക്കുമെന്നും ആരൊക്കെ വീഴുമെന്നും കാത്തിരുന്നു കാണാം.